ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിട്ടാണ്. കുറേ പേരെന്നോട് ചോദിച്ചിട്ടുള്ള ഡൗട്ടുമാണ് ഈ വീഡിയോ. അപ്പോൾ നമ്മൾ മെഷർമെൻറ്റ് എടുത്ത് കഴിയുമ്പോൾ നമ്മൾ ബാക്ക് നെക്കിൻ്റെ ഇറക്കോ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കോ എടുക്കാറുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ എത്രയാണ് ഷോൾഡർ എടുക്കേണ്ടത്, എത്രയാണ് ആം ഹോൾ എടുക്കേണ്ടതെന്ന് എല്ലാവർക്കും വളരെ ഡൗട്ടാണ്. അപ്പം ഞാൻ ഈ ഒരു സ്റ്റിച്ചിങ് കാണുകയും ചെയ്യാം, എനിക്കിത് പറഞ്ഞു തരികയും ചെയ്യും. അതുകൊണ്ടാണ് ഞാനിത് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഷോൾഡർ കൂടിപ്പോയാലും കുറഞ്ഞു പോയാലും നമ്മുടെ നെക്ക് ഒന്നെങ്കിൽ ലൂസാവും അല്ലെങ്കിൽ ഒരു വൃത്തിയായിട്ടിരിക്കുമല്ലോ. അപ്പോൾ കറക്റ്റ് അളവിൽ ഷോൾഡറും ആം ഹോളും എടുത്താൽ മാത്രമേ നമ്മളെ ഡ്രസ്സ് വൃത്തിയായിട്ട് നെക്ക് ഇരിക്കുകയുള്ളൂ. അപ്പോൾ 34 ചെസ്റ്റ് അളവ്, നെക്ക് ബാക്ക് നെക്ക് 3 ഇഞ്ചും ഫ്രണ്ട് നെക്ക് 8 ഇഞ്ചുമാണ്. അതനുസരിച്ച് നമുക്ക് എങ്ങനെയാണ് ആം ഹോളൊക്കെ കറക്റ്റായിട്ട് വെട്ടിയെടുക്കുന്നതെന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമ്മൾ നെക്ക് വെട്ടിയെടുക്കുന്ന പേപ്പർ ക്യാൻവാസിലാണ്. ടേപ്പ് ഇതേപോലെ വെക്കുക. 7.25 ഇഞ്ചാണ് ഞാൻ ഷോൾഡറിൻ്റെ അളവെടുത്തിരിക്കുന്ന. 7.25 ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തു. ആ 7.25 മാർക്ക് ചെയ്തെടുത്തൊന്ന് മാറ്റിയിട്ട് 3 ഇഞ്ച് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്യുക. ഫോൾഡ് ചെയ്ത ഭാഗത്തല്ല, ഓപ്പൺ സൈഡിലാണ് 3 ഇഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ 3 മാർക്ക് ചെയ്തില്ലേ, അവിടുന്ന് താഴേക്ക് ഇതേപോലെ 8 ഇഞ്ചിലൊരു ലൈൻ വരച്ചു കൊടുക്കുക. നമുക്ക് സ്ട്രെയിറ്റ് വി ആവശ്യമെങ്കിൽ ആ ഒരു ലൈൻ മതി. ഞാൻ ഇച്ചിരി കർവായിട്ടുള്ളൊരു വി ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു ഷേപ്പ് വരച്ചെടുത്തിട്ടുണ്ട്. അപ്പം ബാക്കിനൊക്കെ 3 ഇഞ്ചുമാണ്, ഫ്രണ്ടിനൊക്കെ 7 ഇഞ്ചുമാണ്. അപ്പോൾ നമ്മൾ 34 ചെസ്റ്റ് അളവുള്ളവർക്ക് 7.25 ഇഞ്ചാണ് ഷോൾഡർ എടുക്കേണ്ടത് കേട്ടോ. നമുക്കിവിടെ ഒരു സപ്പോർട്ടിങ് കൊടുക്കാം. നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അകന്നു പോകാതിരിക്കാനാണ് 1 ഇഞ്ച് വീതിയിൽ ഞാനൊരു ഔട്ട്ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഔട്ട്ലൈനിലൂടെ ഫസ്റ്റ് ഒന്ന് വെട്ടിയെടുക്കാം. ഇത് 34 ചെസ്റ്റ് അളവുള്ളവർക്ക് ഈ നെക്ക് ഇറക്കം ഇത്രയും മതിയെങ്കിൽ ഇത് കറക്റ്റാണ് കേട്ടോ. നമ്മൾ ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റി കളയുന്നില്ല. നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് വീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഞാൻ ഫ്രണ്ടിനൊക്കെ വീനൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ പേപ്പർ ക്യാൻവാസ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തു. ബാക്കിനൊക്കെ കട്ട് ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിവിടെ ഇതുണ്ട് 7.25 നമ്മൾ ഇതേപോലെ ടേപ്പ് വെച്ചിട്ട് 3 ഇഞ്ച് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് 3 ഇഞ്ചിലാണ് നമ്മളുടെ കഴുത്തിൻ്റെ ഇറക്കം വേണ്ടിയത്. അപ്പോൾ 3.5 ഇഞ്ചിൽ ഞാൻ താഴേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമുക്കതിനെ ഒരു ബോക്സ് ആക്കി മാറ്റാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ആം ഹോൾ കർവ് വെച്ചിട്ട് ഒരു റൗണ്ട് ഷേപ്പ് ഒന്ന് വരച്ചെടുക്കാം. എന്നിട്ട് ഇവിടെയും നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ട് കട്ട് ചെയ്യുക. നമുക്ക് 1 ഇഞ്ച് വീതിയിൽ ഒരു ഔട്ട്ലൈൻ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഔട്ട്ലൈൻ കൊടുത്തിട്ട് മുകളിൽ നമ്മൾ ഇതേപോലെ ഒരു മാർക്കിംഗ് കൊടുത്തതിന് ശേഷം നമുക്ക് കൃത്യമായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിത് കട്ട് ചെയ്തെടുത്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് കൂടെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. ഇപ്പം തന്നെ നിങ്ങൾ ചെയ്യണേ. അപ്പോൾ ഇതേപോലെ കിട്ടി. നമ്മൾ ഇതേപോലെ ഒരു തുണിയിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാൻ അയൺ ചെയ്യുന്നില്ല, സ്റ്റിച്ച് ചെയ്താണ് എടുക്കുന്നത്. അയൺ ചെയ്താൽ നമ്മൾ വാഷ് ചെയ്യുമ്പോൾ ഇതിൻ്റെ പശയെല്ലാം പോയി പെട്ടെന്ന് തന്നെ ക്യാൻവാസിൻ്റെ ഒരു ഭംഗി പോകും. അതുകൊണ്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുവാണെങ്കിൽ അതവിടെ ഫിറ്റായിട്ടിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഒട്ടിച്ചെടുക്കുന്നതിലും കൂടുതലും ഞാൻ ഇതേപോലെ സ്റ്റിച്ച് ചെയ്താണ് എടുക്കാറുള്ളത്. അതിനുശേഷം നമ്മൾ ഇതുണ്ട് 4 ഇഞ്ച് വീതിയിലൊന്ന് കട്ട് ചെയ്ത് മാറ്റി ആ ഭാഗം നമ്മൾ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ 2 സൈഡിലും സ്റ്റിച്ച് വീഴുന്നുണ്ട്. ക്യാൻവാസ് അനങ്ങാതെ നമ്മുടെ നെക്കിൽ തന്നെ എത്ര വാഷ് ചെയ്താലും ഫിറ്റായിട്ട് തന്നെ ഇരുന്നോളൂ. ഇനി നമ്മൾ ഇതേപോലെ ലൈനിങ് ആദ്യം തന്നെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്യുക. നമ്മുടെ നെക്ക് തയ്ച്ചതിൻ്റെ സെൻറ്ററും കട്ട് ചെയ്തതിന് ശേഷം കട്ടിങ് രണ്ടും ഒരേപോലെ വരുന്ന രീതിയിൽ വെച്ചിട്ട് താഴേക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനനുസരിച്ച് കറക്റ്റായിട്ട് നമ്മുടെ നെക്ക് തുണിയിലൊന്ന് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഭാഗം ഒന്ന് ബി ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. മുകളിലേക്ക് നമുക്ക് കൃത്യമായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് 4 ഇഞ്ച് വീതിയിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ കൃത്യമായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കുക. അത് നമ്മൾ തിരിച്ചിടുമ്പോൾ ഒട്ടും ചുളുക്കമൊന്നും ഇല്ലാണ്ടിരിക്കാനാണ് നമ്മൾ ഇതേപോലെ ചെറിയ കട്ടിങ് കൊടുക്കുന്നത്. ബി ആ ഷേപ്പ് വരുന്ന ഭാഗത്ത് നല്ല രീതിയിൽ നൂല് കട്ടാകാതെ നൂലിൻ്റെ അടുത്ത് വരുന്ന കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ നെക്കിൻ്റെ ഭാഗത്തേക്ക് തയ്യൽ തുമ്പ് വരുന്ന രീതിയിലൊന്ന് വെച്ചിട്ട് ഒന്ന് പതിച്ചടിച്ചെടുക്കാം. ഇതേപോലെ ഒന്ന് കൃത്യമായിട്ട് പതിച്ചടിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ തിരിച്ചിട്ട് കഴിയുമ്പോൾ നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ളൊരു കർവ് ആയിട്ടുള്ളൊരു വി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ ബാക്കിനൊക്കെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ബാക്കിനൊക്കെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ വേറൊരു അളവുമായിട്ട് വേറൊരു നെക്കിൻ്റെ അളവുമായിട്ട് വേറൊരു വീഡിയോയിൽ വരാം കേട്ടോ. അപ്പം വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്